ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനിയേച്ചർ ബോട്ടിലാണ് റെസിൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ റെസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് റെസിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് നെക്സ്റ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാനായിട്ടുള്ള റെസിൻ എടുക്കാം. ഇപ്പോൾ 3:1 റേഷ്യോയിലാണ് നമ്മൾ റെസിനും ഹാർഡനറും എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ റെസിൻ്റെ ആ ഒരു ബോട്ടിൽ ക്യാപ്പിൽ 3 ക്യാപ്പാണ് ഞാൻ റെസിൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു സെയിം ക്യാപ്പിന് തന്നെ ഒരു ക്യാപ്പ് ഹാർഡനറും കൂടി എടുക്കുക. എന്നിട്ട് ആദ്യം എടുത്ത് വെച്ച റെസിനിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലും അത് നന്നായി മിക്സ് ആയി കിട്ടുള്ളൂ. റെസിന് കുറച്ച് തിക്നെസ് ആയ കാരണം കുറച്ച് ടൈം എടുക്കും മിക്സ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മിക്സായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കി കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ചെറുതായി ഇങ്ങനെ ലൈൻസ് വരുന്നതായി കാണാം. അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായി മിക്സ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ അത് അങ്ങനെ വെക്കുക. എന്നാലാണ് അതിലത്തെ ബബിളൊക്കെ പൊട്ടിപ്പോവുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു ബോട്ടിലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ രണ്ടിലും കുറേശ്ശെ ഈ നമ്മുടെ റെസിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ ആ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് മണലുണ്ട്. അതൊരു 3 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 ബോട്ടിൽ ഞാൻ ഷെല്ലൊക്കെ ഇട്ടിട്ട് ഒരു കടലിൻ്റെ അടിയിലുള്ള ഒരു തീമിൽ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു മണലിൻ്റെ ഇത് റെഡിയാക്കണത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഇടാനാണിത്. ഇനി ഈ ഒരു പാത്രത്തിൽ ഞാൻ ബ്ലൂ കളറുള്ള ഒരു ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിഗ്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ ഞാൻ അതില്ലാത്ത കാരണം ബ്ലൂ കളറ് ആണ് എടുത്തിട്ടുള്ളത്, ഫുഡ് കളറ്. അപ്പോൾ ഫുഡ് കളർ ആയതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നാലും അത് കുറച്ച് കഴിഞ്ഞാലാണ് അത് അതിൻ്റെ കളറ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളെ കളറ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം അതിനെ ഞാൻ ആ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മണലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗമാണ് ഞാൻ മണൽ മിക്സ് നിറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ചെടിയുടെ ഒരു പാർട്ടാണ്. അതിൻ്റെ ലീവ്സ് ഞാൻ കുറച്ച് കട്ട് ചെയ്യണം. അതിൻ്റെ അടിയിലുള്ളത് അത്രയും വലുത് നമുക്ക് വേണ്ട. ആ ഒരു ബോട്ടിലിൽ കൊള്ളണം അത്ര മതി. ഇനി ഈ ഒരു പ്ലാന്റ് ഞാൻ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം മണലിലേക്ക് താഴ്ന്നിരിക്കേണ്ട രീതിയിലൊന്ന് താഴ്ത്തി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ഷെൽസൊക്കെ എടുത്തിട്ടുണ്ട് അതിലിടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഷെല്ലെടുത്തിട്ട് അതിലൊരു പേൾ ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്
ഇനി ഓരോരോ ഷെല്ലായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചൊരു ആ റെസിന് ഇതിൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. അത് കുറച്ച് നേരം ഇരുന്ന കാരണം തോന്നണം ഒരു പർപ്പിൾ കളറായി വന്നിട്ടുണ്ട്. ഞാനിതിൽ ഒരു അര ഭാഗം ആദ്യം ഇതിൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് ബബിൾസ് ഉണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇത് കുറച്ച് പ്രിൻ്റ് എടുത്ത് വെച്ച കുറച്ച് ഫിഷിൻ്റെ ഒക്കെ ഫോട്ടോസാണ്. ഞാൻ കുറച്ച് മുന്നേ തന്നെ ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഒരു ഫിഷ് പോലെ അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫിഷ് നന്നായി അങ്ങ് ആ ഒരു ചെടിയുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഞാൻ വേറൊരു ഫിഷും കൂടെ ഇതിൽ ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി റെസിനും കൂടെ ഇതിലൊഴിച്ച് ഈ ഒരു ബോട്ടിൽ മൊത്തം ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ബോട്ടിൽ ഞാൻ മണലൊന്നും ഇല്ലാതെ വെറും ഷെല്ല് മാത്രം ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളതിന് നേരത്തെ റെഡിയാക്കി വെച്ചതിൻ്റെ ആ ഒരു റെസിന് തന്നെയാണ് ഇതിലൊഴിക്കണത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഷെല്ലൊക്കെ ഇതിലിടുകയാണ്. കുറച്ച് പേൾ ബീഡ്സും കൂടെ ഇടുന്നുണ്ട് ഇടയിലൂടെ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്ലിയർ റെസിനാണ് ഒഴിച്ചെടുക്കാൻ പോണത്. ഒരു പകുതി വരെ ഒഴിച്ചിട്ട് ബാക്കി ലെയർ ഞാൻ നാളെയാണ് ഒഴിക്കണത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഫസ്റ്റ് ലെയർ നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 2 ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസും കൂടെ ഒക്കെ വെച്ച് കൊടുത്തു. ഞാനത് സെറ്റായി. അങ്ങനെ ഞാൻ പിന്നെ അത് ക്ലിയർ റെസിൻ ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിൽ അങ്ങ് ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ 2 ബോട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 24 hour നമുക്ക് അങ്ങനെ വെക്കണം, നന്നായി ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ 2 റെസിൻ്റെ ബോട്ടിലും സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ കുറച്ച് നമ്മൾ ഫുഡ് കളർ ചേർത്തൊരു ബോട്ടിൽ കുറച്ചൊന്ന് ഡാർക്കായിപ്പോയി. അധികം അങ്ങോട്ട് കാണാൻ പറ്റണില്ല ഉള്ളിൽ. എന്നാലും കുഴപ്പമില്ല, ഒരു ചെറിയ ഭംഗിയൊക്കെ ഉണ്ട്. ആ 2 ഫിഷും ഒക്കെ ആയിട്ട് ഒരു രസമുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടമായി. അടിയിലൊരു ബ്ലൂ കളറും മേലെ ഫുൾ ക്ലിയർ ആയിട്ടും അത് കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ റെസിൻ്റെ 2 ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക.